ഇത് നല്ല ടേസ്റ്റുള്ളൊരു തക്കാളി ചോറാണ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അളവുകളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഏകദേശം 350 ഗ്രാം ബസുമതി അരി, 2 വലിയ സവാള, 4 പഴുത്ത തക്കാളി, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, മുളക് പൊടി, മല്ലിപ്പൊടി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, ഉണക്കമുളക്, നെയ്യ്. തക്കാളിച്ചോറ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നമുക്കൊരു കുക്കർ എടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട ചെറുതായിട്ട് നുറുക്കിയത്, വേണമെങ്കിൽ മാത്രം ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി 1 പിടി കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള, വലിയ സവാളയാണ്, അത് നീളത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ 3-4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആ 4 തക്കാളിയിൽ 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബാക്കി 3 തക്കാളി അരച്ച് പേസ്റ്റാക്കി അതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ആ തക്കാളി അരച്ചതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇളക്കി ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഈ തക്കാളി മസാല റെഡിയായി വരുന്ന സമയം കൊണ്ട് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ആ ചേർത്ത് കൊടുത്ത തക്കാളി പേസ്റ്റ് നന്നായിട്ട് വെള്ളം വറ്റി കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കഴുകി കുതിർത്തി വെച്ച അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബസുമതി അരിയാണ്, ജീരകശാലയോ കൈമയോ ചേർത്താലും മതി. ഈ ചേർത്ത് കൊടുത്ത അരിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ആയി കഴിയുമ്പോൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയെടുത്ത ആ ഒരു അളവ് പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ട് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ റൈസ് ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലെ പ്രഷർ കുറേ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രഷർ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ച് വേണം പ്രഷർ കളയാനും കളയാതിരിക്കാനും. 20 മിനിറ്റിന് ശേഷം കുക്കർ മൂടി തുറന്നതാണ് ഈ കാണുന്നത്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണിത്. ആർക്കെങ്കിലും ടൊമാറ്റോ റൈസ് ഇതേപോലെ തയ്യാറാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ അളവിലുണ്ടാക്കിയ 3 മുതൽ 4 പേർക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.